മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ ദുർഗ പറഞ്ഞ് കരുണയെ കാണാനായിട്ട് വീട്ടിലേക്ക് എത്തുകയാണ്. ഈ സമയം മുത്തശ്ശിയും കരുണയും ചേർന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇനിയിപ്പോ അവൻ എന്തെങ്കിലും അറിഞ്ഞിട്ടായിരിക്കും മോളെ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ എനിക്കൊന്നും അറിയില്ല മുത്തശ്ശി, അയാള് എന്തായാലും വന്നല്ലോ, ചോദിക്കാം. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ കയറി വരുന്നുണ്ട്. ഞാൻ പലതും അറിഞ്ഞിട്ട് തന്നെയാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. മുത്തശ്ശിയും കരുണയും ഒന്ന് ഞെട്ടുകയാണ്. മോൻ എന്തറിഞ്ഞോ എന്നാ? ഇവിടെ നിന്നും നിന്റെ അച്ഛൻ പ്രതാപനെയും എന്റെ അമ്മാവൻ വാമദേവനെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയല്ലേ? ആ, കൊണ്ടുപോയി എന്ന് കരുണ കുറച്ച് അഹങ്കാരത്തോടെ പറയുകയാണ്. എന്നിട്ടെന്താ, നിങ്ങൾക്കാർക്കും വലിയ കുലുക്കൊന്നുമില്ലല്ലോ, എന്തു പറ്റി? അല്ല, കാരണം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ കണ്ണേട്ടൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ജാമ്യം കിട്ടാത്ത വകുപ്പാണ് നിന്റെ അച്ഛന്റെ മേൽ ചുമത്തിയിരിക്കുന്നത്. ഇത്ര വലിയ തെറ്റ് അയാൾ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോ കരുണയ്ക്കും മുത്തശ്ശിക്കും ചെറിയൊരു ആശ്വാസമാവാണ്. കാരണം ഉണ്ണി സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് അവർ തിരിച്ചറിയുന്നു. എന്തായാലും അച്ഛൻ എന്ത് കുറ്റം ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ചെയ്തത് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. നിന്നെ എത്രയും കഷ്ടപ്പെടുത്തിയ അവരെ നീ സ്റ്റെപ്പിൽ നിന്നും തള്ളി താഴെയിട്ടു. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അതിപ്പോ വേണ്ട എന്നായിരുന്നു. അതുകൊണ്ടാണല്ലോ നിന്റെ അച്ഛൻ ചെന്ന് ജയിലിൽ കിടക്കേണ്ടി വന്നത്. അങ്ങനെ മുത്തശ്ശിയും പറയുന്നുണ്ട്, അതേ മോനെ, ശരിയാ, എന്റെ അഭിപ്രായം അത് തന്നെയായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ, മോൾ അത് ചെയ്തു പോയില്ലേ? കുഞ്ഞിന് അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയ അയാൾ അടങ്ങിയിരിക്കുന്നെന്ന് തോന്നുന്നില്ല. അയാൾ അടങ്ങിയിരുന്നാലും ഇല്ലെങ്കിലും ഞാൻ ചെയ്യേണ്ടത് ചെയ്തു. അങ്ങനെ എന്നെ ഭരിച്ചിട്ട് അമ്മയും കുഞ്ഞും സുഖിക്കണ്ട. അവർ രണ്ടുപേരും മരിച്ചു പോകാൻ വേണ്ടി തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് ഉണ്ണിയുടെ മുഖത്ത് നോക്കിയിട്ട് കരുണ പറയുന്നു. എന്തായാലും ഇനി നിനക്ക് അങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിന് ഉണ്ണിയേട്ടൻ എന്നെ വിളിക്കാൻ വേണ്ടി വന്നതാണോ? എന്നാ കേട്ടോ, ഞാൻ ഇനി അങ്ങോട്ട് വരുന്നില്ല. ഉണ്ണിയേട്ടൻ വിളിച്ചിട്ട് പോകാൻ വന്നതാണെങ്കിലും എനിക്കിനി അങ്ങോട്ട് വരാൻ താല്പര്യമില്ല. അതന്നെ ഞാനും പറഞ്ഞു. ഞാൻ എന്തായാലും നിന്നെ നിർബന്ധിക്കുന്നൊന്നുമില്ല. പക്ഷെ കണ്ണേട്ടൻ ഇനി നിന്നെ കയറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് അതും കൂടി പറഞ്ഞിട്ട് പോകാനാ വന്ന്. ആ എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ടും സത്യങ്ങളൊക്കെ അറിയുന്ന സമയത്ത് എന്നെ ഡിവോഴ്സ് ചെയ്യും. അപ്പൊ പിന്നെ ഞാൻ ഇവിടെ തന്നെ താമസിക്കണമല്ലോ. മാത്രല്ല, ഏത് സമയവും കണക്ക് ഡയറിയിൽ കുറിച്ചിരിക്കുന്ന ഒരാളുടെ കൂടെ ജീവിക്കാനായിട്ട് എനിക്ക് വയ്യ. എന്റെ അച്ഛന് പറ്റിയ ഏറ്റവും വലിയ തെറ്റാ നിങ്ങളെ എന്റെ തലയിൽ കെട്ടിവെച്ചത്. സത്യത്തിൽ ഒരു പെണ്ണിന്റെ അന്തസ്സും അഭിമാനം എന്ന് പറയുന്നത് ചെലവിന് തന്ന് നട്ടലോട് കൂടിയിട്ട് അവളെ നോക്കുന്ന ഭർത്താവ് കൂടെയുള്ളപ്പോഴാണ്. ഇതിപ്പോ നിങ്ങളടക്കം ആ കണ്ണേട്ടന്റെ ചെലവിലാണ് കഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് എനിക്ക് യാതൊരു താല്പര്യമില്ല നിങ്ങൾക്കൊപ്പം വരാനായിട്ട്. ഉണ്ണിയേട്ടൻ്റെ ഇവിടെ നിന്ന് മുഷിയണമെന്നില്ല, പോയിക്കോ എന്ന് പറയുമ്പോ കരുണേ, കുറച്ചൊക്കെ അഹങ്കാരം മാറ്റിവെക്കുന്നത് നല്ലതായിരിക്കും. കാരണേ, ജാമ്യം കിട്ടാത്ത വകുപ്പാ നിന്റെ അച്ഛന്റെ മേലെ അയാൾ ചുമത്തിയിരിക്കുന്നത്. അപ്പൊ പിന്നെ ഉള്ള സമ്പാദ്യമൊക്കെ പോവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഞാൻ പോയേക്കാം, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഉണ്ണി പോകുന്നു. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ കരുണയോട് പറയുന്നുണ്ട്, മോൾ എന്തിനാ ഇപ്പൊ അവനെങ്ങനെ ചൊടിപ്പിച്ചു വിട്ടത്? അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ? മുഖസൗന്ദര്യം മാത്രമേ അങ്ങേർക്കുള്ളൂ. മുത്തശ്ശിക്ക് അറിയോ? പെട്രോളിന് വില കൂടിയെന്ന് പറഞ്ഞപ്പോഴേ ഏങ്ങിയ ആളാണ്. എന്തെന്ന് വെച്ചാ അയാള് സ്വന്തമായിട്ട് അധ്വാനിച്ച ക്യാഷ് പോലും അല്ല, അയാളുടെ ഏട്ടന്റെ പൈസയ്ക്കാ പെട്രോൾ അടിച്ചിട്ട് പോകുന്നത്. ഇപ്പോഴാണെങ്കിൽ അധ്വാനിക്കാതെയാണ് സാലറി ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും അയാൾ എന്തിനാ പെട്രോളിന് വില കൂടിയപ്പോ ഏങ്ങിയെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അത്രയ്ക്കും പിശുക്കനായിട്ടുള്ള ആളുടെ കൂടെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല മുത്തശ്ശി. അതിനേക്കാൾ നല്ലതേ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിച്ചു പോകുന്നത് തന്നെയായിരിക്കും. പിന്നെ കമലേശ്വരൻ തറവാട്ടിൽ അടിമപ്പണി എടുക്കാനും വലിയേട്ടന്റെ അടിമയായിട്ട് കഴിയാനും എനിക്ക് തീരെ താല്പര്യമില്ല. അല്ല മോളെ, ഇനിയിപ്പോ അവൻ സ്റ്റേഷനിൽ ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കോ? സത്യങ്ങളെങ്ങാനും അവൻ അറിയോ? അറിഞ്ഞറിയട്ടെ. എത്രയെന്ന് വെച്ചാ ഈ പേടിച്ച് ജീവിക്കുന്നേ, എനിക്കൊന്നും വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ അകത്തേക്ക് കയറി പോവുകയാണ്. അങ്ങനെ മുത്തശ്ശിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടേ എന്ന് അറിയുന്നില്ല. ജാമ്യം കിട്ടാത്ത വകുപ്പാണ് ചുമത്തിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ടെൻഷൻ കയറുന്നുണ്ട്. പിന്നീട് അകത്തേക്ക് കയറി പോകുന്ന കരുണയാവട്ടെ ചെറുതായിട്ടൊന്ന് മയങ്ങി വീഴാനായിട്ട് പോവുകയാണ്. അവൾ തലയിൽ കൈവച്ച് സ്വയം നിയന്ത്രിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല. മുത്തശ്ശി, എനിക്കെന്തോ ഒരു മയക്കം പോലെ എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശിയാണെങ്കിൽ ഓടിയെത്തുകയാണ്. എന്താ മോളെ, എന്താ പൊന്നുമോളെ, നീ ഇവിടെ ഇരിക്കെന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ കസാരയിൽ ഇരുത്തുകയാണ്. ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് മുത്തശ്ശിയാണെങ്കിൽ വെള്ളമൊക്കെ എടുക്കാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ കരുണയെയും കൊണ്ട് അവരാണെങ്കിൽ എലിസബത്ത് ഡോക്ടറുടെ അടുത്തേക്ക് എത്തുകയാണ്. ഈ സമയം മുത്തശ്ശി ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഡോക്ടറും കരുണയും വരുന്നുണ്ട്. ഡോക്ടർക്കാണെങ്കിൽ കരുണയെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഒട്ടും തന്നെ താല്പര്യമില്ല. അവരുടെ മുഖത്ത് കടുത്ത അമർഷമുണ്ട്. അങ്ങനെ കരുണ പുറകെ വരികയാണ്. എന്താ ഡോക്ടറെ, എന്താ എന്റെ മോൾക്ക് പറ്റിയത്? സന്തോഷ വാർത്ത തന്നെയാണ്. എന്താ ഡോക്ടറെ? കരുണയെ പ്രഗ്നന്റ് ആണ്. കരുണയും മുത്തശ്ശിയും ഒരുപോലെ ഷോക്കാവുന്നു. എന്താ രണ്ടുപേരുടെ മുഖത്തും സന്തോഷമില്ലാത്തത്? എങ്ങനെ സന്തോഷിക്കാനാണല്ലേ? 8 മാസം ഗർഭിണിയായിട്ടുള്ള ഒരു പെണ്ണിനെ തള്ളി താഴെയിട്ട മഹാഭാവിയാണ് നീ. നീയൊക്കെ ഒരു അമ്മയാവുക എന്ന് പറയുമ്പോ എന്താ സംഭവിക്കുക എന്നുള്ള കാര്യം യാതൊരു നിശ്ചയവുമില്ല. എന്നാലും നിനക്കൊക്കെ എങ്ങനെ തോന്നിയടി അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്? സത്യം പറഞ്ഞ കണ്ണന്റെ അച്ഛനെ കൊന്ന കേസിൽ അവനാണെങ്കിൽ നിന്റെ അടുത്തൊക്കെ കണ്ണടച്ച് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവളുടെ ഒരു ക്രൂരത. അതുകൊണ്ട് ഇപ്പൊ എന്തായി? നിന്റെ അച്ഛൻ ജയിലിലായില്ലേ? വരികതെ, മോൾക്കും ജയിലിൽ പോവാം. നീയൊക്കെ എന്ത് കരുതി? ജയിലിൽ ചെന്നിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് അങ്ങ് ഇരിക്കാന്ന് കരുതിയോ? അവിടെ
പണിയെടുപ്പിക്കുന്നതേ ജയിൽ വാർഡനായിരിക്കും. അപ്പോ കുറച്ച് കടുപ്പം കൂടും. എന്നാലും എന്റെ മോള് ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷെ അവളെ കൊണ്ട് ഏറ്റിയ പൊങ്ങത്തെ ജോലിയൊക്കെയാ മഹാലക്ഷ്മി ചെയ്യിപ്പിച്ചത്. എന്ത് ജോലി? മഹാലക്ഷ്മി ചെയ്യിപ്പിച്ചതേ നല്ല കാര്യം എന്നാ ഞങ്ങൾ എല്ലാവരും പറയുന്നത്. നിങ്ങള് ചെയ്യിപ്പിക്കാത്ത ജോലികൾ അവള് ചെയ്യിപ്പിച്ചു. ഒരു പെൺകുട്ടി അടുക്കളയിൽ കയറി ചായ ഇടുന്നത് ഇത്ര വലിയ തെറ്റാണോ? ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെയാണ് അടുക്കള ജോലിയും വീട്ടു ജോലികളൊക്കെ തന്നെ ഷെയർ ചെയ്ത് ചെയ്യുന്നത്. ഒരു ആൺകുട്ടിക്ക് പോലും വീട് കൊണ്ടു നടക്കാനായിട്ട് നന്നായിട്ട് അറിയാം. ആ സ്ഥാനത്ത് കരുണയ്ക്ക് ഒരു ചായ ഇടാൻ പോലും അറിയുന്നില്ല. മഹാലക്ഷ്മി അത് പഠിപ്പിച്ചു കൊടുത്തതാണോ തെറ്റ്? അതിനാണോ ആ ഗർഭിണിയായിട്ടുള്ള പെൺകുട്ടിയെ തള്ളി താഴെ ഇട്ടെന്നൊക്കെ ചോദിക്കുമ്പോ, അല്ല ഡോക്ടറെ, അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആ, കുറച്ച് പ്രശ്നമാണ്. എന്തായാലും കണ്ണൻ നിങ്ങളോട് ക്ഷമിക്കുമെന്നൊന്ന് കരുതണ്ട. നീ ഉറപ്പായിട്ടും തയ്യാറായിരുന്നോ ജയിലിലേക്ക് പോവാനായിട്ട്? അങ്ങനെ കരുണ പറയുന്നുണ്ട്. അത് അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ. എന്ത് മാനസികാവസ്ഥ? ജയിലിലേക്ക് പോയ നീ വാർഡനെയും തല്ലുവോ? നിനക്ക് പറ്റില്ല എന്ന് തോന്നിയാ? കരുണയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. ഇനി അധികം സംസാരിക്കുന്നില്ല. ഈ മരുന്നൊക്കെ വാങ്ങി കൊച്ചുമോൾക്ക് കുടിക്കാൻ കൊടുക്കും. പിന്നെ ഇതുപോലെയുള്ള പെണ്ണുങ്ങളെയൊന്നും എനിക്ക് ഇവിടെ ചികിത്സിക്കാനായിട്ട് പറ്റില്ല. ഈ സിറ്റിയിൽ തന്നെ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, അവരുടെ അടുത്തേക്ക് കൊച്ചുമോളെ കൊണ്ടുപോയാൽ മതി. അടുത്ത പ്രാവശ്യം ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടറാണെങ്കിൽ അവിടെ നിന്ന് മുത്തശ്ശിയെയും കരുണയെയും ആട്ടിവിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മുത്തശ്ശിയും കരുണയും ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി പോകുന്നുണ്ട്. എന്തായാലും കരുണ മൊത്തത്തിൽ പെട്ടൊരവസ്ഥയിൽ തന്നെയാണ്. അങ്ങനെ മോഹിനിയാണെങ്കിൽ മഞ്ജുവിനോട് കരുണയെ തല്ലിയതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത്രയും കാലമായിട്ടും അവളെ കൈനീട്ടി അടിച്ചിട്ടില്ല മോളെ, പക്ഷേ ഇന്ന് അത് സംഭവിച്ചു. അവളെ അടിക്കല്ലമ്മേ വേണ്ടത്, കൊല്ലുകയാണ് വേണ്ടത്. അവൾ എത്രത്തോളം വളർത്തി ദോഷപ്പെടുത്തി വെച്ച ആ രണ്ടെണ്ണത്തിനെയും എരിച്ചു കളയണമെന്നൊക്കെ മഞ്ജു ദേഷ്യത്തോടെ പറയുന്നു. കല്യാണം കഴിഞ്ഞ് അവൾ അങ്ങോട്ട് വന്നപ്പോഴൊക്കെ തന്നെ അവൾക്കൊപ്പമാണ് ഞാൻ നിന്നിട്ടുള്ളത്. എന്റെ സ്വന്തം ഏടത്തിയായിട്ട് സ്നേഹിച്ചതും കരുണയെ മാത്രമായിരുന്നു. പക്ഷേ സത്യങ്ങൾ തിരിച്ചറിയാനും നന്മയുള്ളവരെ തിരിച്ചറിയാനും ഞാൻ വഴുകിപ്പോയി. പക്ഷെ ഞാൻ മാറി. അതിനിടയിൽ എനിക്ക് ഒരു ദുഷ്ടനെ കല്യാണം കഴിക്കേണ്ടി വന്നു. അതോടുകൂടിയിട്ട് എന്റെ ജീവിതത്തിൽ നല്ല കാലം തെളിഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അവനെ അവന്റെ ദുഷ്ടതരത്തെ തിരിച്ചറിഞ്ഞതിന് ശേഷം സാഗരേട്ടനോടൊപ്പം എനിക്ക് പോകേണ്ടി വന്നു. അന്ന് മുതലാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സുഖവും ഞാൻ അറിഞ്ഞു തുടങ്ങിയത്. പിന്നെ കണ്ണേട്ടനെയും മഹാലക്ഷ്മി അടുത്തിയെയും സ്നേഹിക്കാൻ തുടങ്ങിയത് മുതൽ അവരൊക്കെ നന്മയുള്ള കൂട്ടത്തിലെ മോളെ. എല്ലാവരുടെയും നന്മ മാത്രമേ എന്റെ മോളും മരുമകനും ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷെ അത് ഈ കരുണയ്ക്കും മുത്തശ്ശിക്കും പ്രതാപനും മാത്രം മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുമ്പോ, അമ്മയെ പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയുടെ വയറ്റിലാണ് അവൾ ജനിച്ചതെങ്കിലും വളർത്തുദോഷം അത് മുത്തശ്ശിയുടെയും പ്രതാപന്റെയും ആണല്ലോ കിട്ടിയിരിക്കുന്നത്. പക്ഷെ അവളൊക്കെ ഉണ്ടല്ലോ, അവൾ ഇനി അനുഭവിക്കും അമ്മയുടെ മോളൊക്കെ തന്നെയാണ്. പക്ഷെ എനിക്കിപ്പോ അവളെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഞ്ജു ആണെങ്കിൽ ഉറഞ്ഞു തുള്ളുന്നു. ഈ സമയം അവിടേക്ക് നമ്മുടെ മുത്തശ്ശിയും കരുണയും കൂടി വരികയാണ്. മോളെ ഇതാ വരുന്നുണ്ട്, പറഞ്ഞ് നാവെടുത്തില്ല. രണ്ടെണ്ണം കൂടി ഇവിടുത്തെ കാര്യങ്ങൾ അറിയാനായിട്ട് വന്നിരിക്കും. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ പതുക്കെ പേടിച്ച് പഠിച്ചിട്ടൊക്കെയാണ് വരുന്നത്. എടി എന്ന് വിളിച്ചുകൊണ്ട് മഞ്ജു ആണെങ്കിൽ കരുണയ്ക്ക് നേരെ പാഞ്ഞെടുത്ത് തല്ലാനായിട്ട് കൈ ഒങ്ങുമ്പോ, അയ്യോ മോളെ വേണ്ട, മോളെ വേണ്ട വേണ്ട, മോളൊന്ന് അടങ്ങിയിരിക്കുന്നു പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ ഇടയിൽ കയറി നിൽക്കുകയാണ്. ഇവളെ തല്ലണം എനിക്ക്. അയ്യോ എന്റെ പൊന്നു മോളെ തല്ലല്ലേ, തല്ലനുള്ള സാഹചര്യം അല്ല ഇപ്പോ. അല്ലാതെ പിന്നെ ഇവള് ചെയ്ത പ്രവൃത്തിക്ക് കൊന്നു കളയാ വേണ്ടത്. പിന്നെ ഞങ്ങളൊക്കെ ക്ഷമിച്ചിരിക്കുകയാണ്. എന്റെ കണ്ണേട്ടൻ ഇവളോട് കുറച്ച് ദയ കാണിച്ചു. അത് ഞങ്ങൾ ആരും കാണിക്കരുതെന്ന് പറഞ്ഞതാണ്. പക്ഷേ അത്രയ്ക്ക് നന്മയുള്ള കൂട്ടത്തിലാണ് കണ്ണേട്ടൻ. അതുകൊണ്ട് മാത്ര അവളിപ്പോ ഇങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ പറയും. മോഹിനി ചോദിക്കുന്നുണ്ട്, അല്ല എന്തിനാ ഇപ്പൊ രണ്ടും കൂടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ഇവിടുത്തെ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ടാണോ? എന്റെ മോൾക്കും പേരക്കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ ചോദിക്കുമ്പോ, അല്ല മോഹിനി അല്ലെന്നേ. മോള് പെട്ടെന്ന് തല ചുറ്റി വീണു. പിന്നെ ഡോക്ടറെ കാണിക്കാതെ നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ട് ഒന്ന് കാണിക്കാനായിട്ട് വന്നതാ. എന്താ ഇവള് തലയ്ക്കകത്ത് വട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞോ? അയ്യോ അല്ല മോളെ, അതൊന്നും അല്ലെന്നേ. മോളുടെ വയറ്റിനകത്ത് ഒരു കുഞ്ഞുണ്ട്. ഓ ബെസ്റ്റ്, നല്ല സമയത്താണല്ലോ. എടി നിനക്കൊക്കെ ഒരു കുഞ്ഞിന്റെ അമ്മയാവാനുള്ള യോഗ്യതയുണ്ടോടി? നിനക്കേ ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് നോക്കാൻ പറ്റാതെയാകുമ്പോ അതിനെ കഴുത്ത് നെരിച്ച് കൊന്നു കളയോടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മഞ്ജു ആണെങ്കിൽ പൊട്ടിത്തെറിക്കുകയാണ്. നീ കൊല്ലും. നീ അത് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നിനക്കൊന്നും കുഞ്ഞിനെ പ്രസവിക്കാനുള്ള യാതൊരു യോഗ്യതയുമില്ല. അതിനെ കൊന്നു കളയത്തുള്ളൂ നീ. നീയൊന്നും ഒരമ്മയാകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഞ്ജു ആണെങ്കിൽ പൊട്ടിത്തെറിക്കുകയാണ്. എന്റെ മോളെ അങ്ങനെയൊന്നും പറയല്ലേ. അങ്ങനെ മോഹിനി പറയുന്നുണ്ട്, ദേ ഈ സമയത്തെ നിനക്കൊരു കുഞ്ഞ് കയ്യിലുണ്ടാവേണ്ടതാ. നീയും നിന്റെ മുത്തശ്ശിയും അച്ഛനും കൂടിയിട്ട് നിങ്ങളുടെ ദുഷ്ടപ്രവൃത്തി കാരണം കൊണ്ട് അതിനെ ഇല്ലാതാക്കി. ഇനിയും ഓരോന്ന് ചെയ്തു കൂട്ടിയിട്ട് ദൈവകോപം വാങ്ങി ഇതിനെയും കളയാതെ നല്ല രീതിക്ക് ജീവിച്ചു പോകാൻ നോക്കടി എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനിയാണെങ്കിൽ കരുണയ്ക്കിട്ട് നല്ല ആട്ട് കൊടുക്കുകയാണ്. ഈ സമയം മതി മതി, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്റെ മോളെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ. സമയദോഷത്തിൽ ഓരോന്നും ചെയ്തു പോയതാ. പക്ഷേ ഇനി അവൾക്ക് ഇതൊന്നും കേൾക്കാൻ പ്രാണിയില്ല.
മാത്രല്ല ഡോക്ടർ വേണ്ടുവോളം പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾ കൂടിയും എങ്കിലേ ഞങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ നിന്നും പോകാൻ നോക്ക് രണ്ടെണ്ണം കൂടി എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു ആണെങ്കിൽ അവിടെ നിന്നും ആട്ടിവിടുകയാണ്. വാ മോളെ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ മുത്തശ്ശിയാണെങ്കിൽ മഞ്ജുവിനെയും പിടിച്ചു വലിച്ച് പോകുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ തിരിഞ്ഞൊന്ന് ചോദിക്കുന്നുണ്ട്. അല്ല മഹാലക്ഷ്മിക്കും കുഞ്ഞിനും എന്തെങ്കിലും ആപത്ത്? എന്താ ആപത്തുണ്ടെന്ന് പറഞ്ഞാ നിങ്ങൾക്ക് സന്തോഷാവോ? മര്യാദയ്ക്ക് പോവാൻ നോക്ക്. ഉള്ളതൊക്കെ വരുത്തി വെച്ചിട്ട് അന്വേഷിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മഞ്ജു അവിടെ നിന്നും പട്ടി ആട്ടുന്നത് പോലെ ആട്ടി വിടുന്നുണ്ട്. ആ ശരി മോളെ പോവാം എന്ന് പറഞ്ഞ് കരുണയുടെ കൈയും പിടിച്ചുകൊണ്ട് മുത്തശ്ശി പോകുമ്പോ മോളുടെ നാത്തൂനെ കുറച്ച് കൂടുതലാണ്. അവളുടെ വയറ്റിനകത്ത് ഇപ്പോ ഒരു കുഞ്ഞുണ്ടല്ലോ, ആ അഹങ്കാരിയുടെ കുഞ്ഞ് ആവിയായി പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ മഞ്ജുവിനെ ശപിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് കരുണയെ ഉപദേശിക്കുകയാണ്. മോളെ ഈ സമയത്ത് വയറ്റിലൊരു കുഞ്ഞുണ്ട്, അതിന്റെ അച്ഛനും മോള് ചേർത്ത് പിടിക്കണം, വിട്ട് കളയരുതെന്ന് പറയുമ്പോ അല്ല മുത്തശ്ശി ഇനിയിപ്പോ ഈ കുഞ്ഞുമായിട്ട് എങ്ങനെയാണെന്നോ കുഞ്ഞ് ജനിക്കട്ടെ മോളെ. അത് വേണ്ട മുത്തശ്ശി, രണ്ടുപേരെയും അങ്ങ് വേണ്ടെന്ന് വെക്കാം. എന്താ പറഞ്ഞേ? അല്ല കുഞ്ഞിനെയും കുഞ്ഞിന്റെ അച്ഛനെയും വേണ്ടെന്ന് വെച്ച കാര്യം കഴിഞ്ഞില്ലേ മോളെ. ഈ സമയത്ത് ഇങ്ങനെ ദൈവകോപം പറയല്ലേ. മോൾക്ക് വീണ് കിട്ടിയ ഭാഗ്യാണ് ഈ കുഞ്ഞ്. അമ്മയാവാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ഇപ്പൊ ഡോക്ടർ സന്തോഷ വാർത്ത മോളോട് പറഞ്ഞിരിക്കുന്നു. ആ സമയത്തെ ദൈവത്തിനെയും വിചാരിച്ച് ഇരിക്ക്, അല്ലാതെ ഇതിനെ കളയാനല്ല നോക്കേണ്ടത്. എല്ലാം ശപിച്ച് മോൾ ഉണ്ണിയുടെ അടുത്തേക്ക് പോകണം, ഉണ്ണിയുമായിട്ട് ഒന്നിച്ചു പോകണം എന്നൊക്കെ പറയുമ്പോൾ കരുണയ്ക്കാണെങ്കിൽ അതൊന്നും അങ്ങോട്ട് അംഗീകരിക്കാനായിട്ട് കഴിയുന്നില്ല. അവളാണെങ്കിൽ ഉണ്ണിയെ ആട്ടി വിട്ടതാണല്ലോ, പട്ടിയെ ആട്ടുന്നത് പോലെ തന്നെ. എന്തായാലും ഈ സമയം അവര് പുറത്തേക്ക് പോവാൻ നിൽക്കുമ്പോൾ കണ്ണന്റെ കാറ് വരുന്നുണ്ട്. കണ്ണനാണെങ്കിൽ അതിൽ നിന്നും ഇറങ്ങുന്നത് കാണുമ്പോൾ തന്നെ കരുണ പേടിച്ചു പറിച്ച് മുത്തശ്ശിയുടെ പിന്നാലെ ബാക്ക് സൈഡിലേക്ക് മാറി മാറി നിൽക്കുകയാണ്. മോള് പേടിക്കണ്ട, മുത്തശ്ശി ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ സമയം വീൽ ചെയർ എടുത്ത് കണ്ണനെ കയറ്റി ഇരുത്തുകയാണ് ഡ്രൈവർ. ഓ ഇവൻ വീൽ ചെയർ എന്താ വിട്ട് കളയാത്ത, ഇവനെന്താ ഇതിനോട് എത്ര പ്രിയം. എന്തായാലും എത്രയും പെട്ടെന്ന് ഒരു ആക്സിഡന്റ് സംഭവിച്ച് അവന്റെ കാല് പഴയതുപോലെ തന്നെ ആയാൽ മതിയായിരുന്നു. ഇനിയിപ്പോ അവൻ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ എന്റെ മോളുടെ അവസ്ഥ, ഓ എനിക്കതൊന്നും സഹിക്കാൻ വയ്യ. അങ്ങനെ കണ്ണനാണെങ്കിൽ അകത്തേക്ക് വരുമ്പോ കരുണയെയും മുത്തശ്ശിയെയും കാണാണ്. കണ്ണൻ ദേഷ്യത്തിൽ വിറയ്ക്കുന്നുണ്ട്. ഡി നീ എന്താടി ഇങ്ങോട്ട് വന്നിരിക്കുന്നേ? എന്റെ മഹിക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ? എന്റെ പൊന്നു മോനെ, ഇനി വായ തുറക്കല്ലേ. എന്തെന്ന് വെച്ചാ ഒരുപാട് കേട്ടു, ഇനി ഞങ്ങക്ക് കേൾക്കാനുള്ള ഒരു ത്രാണിയില്ല. അതുകൊണ്ട് പറയുന്നതാ, മോനൊന്ന് പതുക്കെ സംസാരിക്കേ. എന്ത് പതുക്കെ സംസാരിക്കാൻ? പ്രതാപനെയും ആ വാമദേവൻ എന്ന് പറയുന്ന എന്റെ അമ്മാവനെയും പോലീസ് കൊണ്ടുപോയില്ലേ? ആ മോനെ കൊണ്ടുപോയി. എങ്കിലേ കാത്തിരുന്നോടി, നിനക്കും ആ അവസ്ഥ വരും. അയ്യോ മോനെ അങ്ങനെയൊന്നും പറയല്ലേ. അല്ല മഞ്ജുവിന്റെ അടുത്തേക്ക് പോയിട്ട് അവള് നിന്നെ തല്ലിയില്ലേ? ഇല്ല മോനെ, ഇതുപോലെ ഇടയ്ക്ക് കയറി നിന്നപ്പോ എന്റെ മോളെ അവള് തല്ലിയില്ല. ഞാനേ സമാധാനത്തോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി. എന്ത് സമാധാനത്തോടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയെന്നാ? നിങ്ങളുടെ കൊച്ചുമോൾ ചെയ്ത പ്രവർത്തിക്കേ ശരിക്കും ഇപ്പോ ഇവളിവിടെ നിൽക്കേണ്ടതല്ല. എന്തിനാടി ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോ അതെ മോൾക്ക് ചെറിയൊരു തലകറക്കം. അപ്പൊ പിന്നെ ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പോ മോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നാ പറഞ്ഞു. ഓ അപ്പൊ ചേച്ചിയുടെ കുഞ്ഞിനെ കളയാൻ നോക്കിയ സമയത്ത് തന്നെ അനിയത്തി ഗർഭിണിയായല്ലേ? ഓ ബെസ്റ്റ്. നിനക്കൊക്കെ ഒരു അമ്മയാവാനുള്ള യോഗ്യതയുണ്ടോടി? നിനക്കൊക്കെ ഒരു കുഞ്ഞു ജനിച്ചാൽ അതിന്റെ അവസ്ഥ അത് ഓർക്കാൻ പോലും പറ്റുന്നില്ല. എന്തായാലും ഒരു കാര്യം നീ ഓർപ്പിച്ചോ, നീയും നിന്റെ അച്ഛനും മുത്തശ്ശിയും ഒക്കെ തന്നെ ഇനിയാണ് അനുഭവിക്കാനായിട്ട് പോകുന്നത്. എന്റെ മഹിയെ ഈ അവസ്ഥയിലാക്കിയ നീയും നിന്റെ അച്ഛനും മുത്തശ്ശിയും എല്ലാവരും കണ്ണീര് കുടിക്കോടി. ഇതേ അത്രയ്ക്കും മനസ്സ് വേദനിച്ച ഒരുത്തന്റെ ശാപമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരുണയെയും മുത്തശ്ശിയെയും ശപിക്കുകയാണ് കണ്ണൻ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ. ഇത് കേട്ട് കരുണയാണെങ്കിൽ ആകെ വല്ലാതെയാവുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ശരിക്കും ഭയം തോന്നുന്നു. എന്തായാലും കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.